UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം വീണ്ടും സജീവ ചർച്ചയായി വരികയാണ്. ചർച്ചയാകാൻ കാരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വി.ഡി. സതീശൻ പറഞ്ഞ മറുപടിയാണ്. നമുക്ക് ആ മറുപടി ആദ്യം കേൾക്കാം. അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം നേരത്തെ പറഞ്ഞാണ് പല പ്രാവശ്യം. അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ UDF-ന്റെ ഘടകകക്ഷിയല്ല, UDF-ഉം അവരുമായിട്ടുള്ള അങ്ങനത്തെ അറേഞ്ച്മെന്റ്സുകളൊന്നുമില്ല. അവർ ഞങ്ങൾ പിന്തുണ നൽകിയിട്ടുണ്ട്, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് 2019 പാർലമെന്റ് ഇലക്ഷൻ മുതലുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF-ന് പിന്തുണ നൽകിയിട്ടുണ്ട്, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാതെ അവർ ഞങ്ങളുടെ ഘടകകക്ഷിയല്ല, ഞങ്ങളുടെ അസോസിയേറ്റ് മെമ്പറല്ല, ഒന്നുമല്ല. അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് വീണ്ടും വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞു വരുന്നത് അത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് CPM നടത്തുന്ന ശ്രമമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി 2019 മുതൽ ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ നൽകുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. നേരത്തെ അങ്ങനെയായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി LDF-നാണ് പിന്തുണ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മാറി UDF-ന് പിന്തുണ നൽകുന്നു. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു. മറ്റൊരു ബന്ധവുമില്ല ജമാഅത്തെ ഇസ്ലാമിയുമായി എന്ന് പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരവും. ഇത് എന്തുകൊണ്ടാണ് ചർച്ചയാകുന്നത്? മുസ്ലിം ലീഗിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയിലും വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. വെൽഫെയർ പാർട്ടിയെ UDF-ന്റെ ഘടകകക്ഷിയാക്കണം എന്ന് വെച്ചാൽ വെൽഫെയർ പാർട്ടിക്ക് നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും സീറ്റുകൾ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരമൊരു ആവശ്യം, ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ഉന്നയിച്ചത്. അതിന് മുസ്ലിം ലീഗ് പൂർണ്ണ പിന്തുണ നൽകി. കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു. അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്, നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിയട്ടെ, അക്കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് അന്തിമ തീരുമാനമുണ്ടാക്കാം. ഇതാണ് അന്ന് പറഞ്ഞ കാര്യം. എന്നാൽ ഇന്ന് കോൺഗ്രസ് അതൊക്കെ മറന്നുപോയിരിക്കും. അങ്ങനെയൊന്ന് പറഞ്ഞതുപോലും അവർ ഇപ്പോൾ ഓർക്കുന്നില്ല. അത്രമാത്രം ചതിയിൽപ്പെട്ടിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പറയുന്നത് പരസ്യബന്ധം വേണ്ട, മുസ്ലിം ലീഗിന് വേണമെങ്കിൽ ബന്ധമുണ്ടാക്കിക്കോളും, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യബന്ധമില്ല, പക്ഷേ രഹസ്യബന്ധമുണ്ട്, നിങ്ങൾ പിന്തുണ നൽകിയാൽ ഞങ്ങൾ സ്വീകരിക്കും. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നിലപാട്. രഹസ്യമായി ചിലയിടങ്ങളിൽ സീറ്റ് ധാരണയാകാം, ചിലയിടങ്ങളിൽ ബന്ധവുമാകാം, പക്ഷേ മുന്നണി പ്രവേശനം നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. ഇത് മുസ്ലിം ലീഗിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉറപ്പ് നൽകിയതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്. മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിലും കോൺഗ്രസ് നേതാക്കളും നമുക്ക് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഒരു ചർച്ചയും നടന്നില്ല. ഒരു ചർച്ചയും നടത്താതെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഏകപക്ഷീയമായി തീരുമാനമെടുത്തത്. വി.ഡി. സതീശൻ ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് ജമാഅത്തെ ഇസ്ലാമിയെ അവഹേളിക്കുക, അപമാനിക്കുക, അതാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതികരണം എന്താണ് എന്നത് ഇനി അറിയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി എന്ത് നടപടി സ്വീകരിക്കും? പരസ്യമായി പ്രതികരിക്കുമോ? അല്ല, വി.ഡി. സതീശന്റെ ഈ നിലപാടിന് മുന്നിൽ കീഴടങ്ങുമോ എന്നതേ അറിയാനുള്ളൂ. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ കണ്ട് തങ്ങളുടെ അതൃപ്തി അറിയിക്കും എന്നാണ് അറിയുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇനിയും കോൺഗ്രസിന് വേണ്ടി, മുസ്ലിം ലീഗിന് വേണ്ടി ആശയപ്രചാരണത്തിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. ചവിട്ടി പുറത്താക്കിയിട്ടും ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങൾ എന്നെ ചവിട്ടിപ്പോളൂ, ഞാൻ നിങ്ങളെ കൂടെയുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി തരം താഴുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെ ആയാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അതൊരു നാണം കെട്ട അവസ്ഥയായിരിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവർ അതിന് ചിലപ്പോൾ താത്വികമായ ചില പരിവേഷമൊക്കെ നൽകി, വിശദീകരണമൊക്കെ നൽകിയേക്കാം. അതിൽ മിടുക്കരാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ ഇത് കോൺഗ്രസിന്റെ ഈ തീരുമാനം വലിയ തിരിച്ചടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച്. ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമല്ല മുസ്ലിം ലീഗിനും വലിയ തിരിച്ചടിയാണ്. കാരണം മുസ്ലിം ലീഗാണ് ഉറപ്പ് നൽകിയത് മുന്നണിയിൽ പ്രവേശിക്കുന്ന കാര്യം ചർച്ച ചെയ്യാമെന്ന്. അക്കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായി പ്രതിപക്ഷ നേതാവ് നിലപാടെടുത്തതിനോട് എന്തായിരിക്കും മുസ്ലിം ലീഗിന്റെ പ്രതികരണം?
അതും നാളെ അറിയാനുണ്ട്. ഏതായാലും UDF രാഷ്ട്രീയത്തിൽ ചിലതൊക്കെ പുകയുന്നുണ്ട്. അത് എവിടെ ചെന്നെത്തും എന്നതേ ഇനി അറിയാനുള്ളൂ.